കേരളത്തിലെ തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനും ലക്ഷ്മണനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പടികളുടെ ഇടതുവശത്തായി സരസ്വതി കുണ്ട് കാണാം. ഇവിടെ ത്രേതായുഗത്തിൽ കശ്യപ മഹർഷിയുടെ ഒരു പുത്രൻ രാമനാമം ജപിച്ച് തപസ് അനുഷ്ഠിച്ചു. ആമലകി ഫലകം അഥവാ നെല്ലിക്കയായിരുന്നു ഭക്ഷണം. അതിനാൽ മഹർഷിയെ ആമലക മഹർഷി എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തപസ്സിനാൽ വിഷ്ണു പ്രസാദിക്കുകയും അദ്ദേഹം സമാധിയാവുകയും ചെയ്തു. അതിനാൽ ഭക്തർ ഇവിടെ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് ആമലക മഹർഷിയെ ആരാധിക്കുന്നു. ക്ഷേത്ര പടവുകൾ കയറി മുകളിലെത്തിയാൽ ക്ഷേത്ര മതിൽക്കെട്ടിന് മുകളിൽ ഭംഗിയായി ഒരുക്കി വച്ചിരിക്കുന്ന ഗരുഡനെ കാണാൻ കഴിയും. ഗരുഡനെ വണങ്ങി മുന്നിലേക്ക് നടന്നാൽ ശ്രീരാമജയം എന്ന ബോർഡ് കാണാം. അതിന് താഴെ പടിഞ്ഞാറ് ദർശനമായി ശംഖ് ചക്ര ഗദാധാരിയായി ശ്രീരാമചന്ദ്രനും തൊട്ടടുത്ത് കിഴക്ക് ദർശനമായി ലക്ഷ്മണസ്വാമി ക്ഷേത്രവും കാണാം. രണ്ടു ക്ഷേത്രമായതിനാൽ പൂജാരിമാരും രണ്ടുപേരാണുള്ളത്. പരശുരാമനാണ് ലക്ഷ്മണ പ്രതിഷ്ഠ ചെയ്തതെന്ന് ഐതിഹ്യം. ക്ഷേത്രം നിരവധി തവണ അഗ്നിക്കിരയായി. തുടർന്ന് നടന്ന ദൈവപ്രശ്നത്തിൽ ഹനുമാൻ സ്വാമി സമേതനായി മാത്രമേ ശ്രീരാമചന്ദ്രൻ ദർശനം സാധ്യമാകൂ എന്ന് അരുളി ചെയ്തു. ദൈവപ്രശ്നത്തെ തുടർന്ന് ഹനുമാൻ സ്വാമിക്ക് അമ്പലം നിർമ്മിക്കുകയും ചെയ്തു. തിരുവില്വാമല ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 100 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ വടക്ക് വശത്തായി ഒഴുകുന്നു. ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ ഭാരതപ്പുഴയും കുന്നുകളും പാടങ്ങളും കാണാൻ സാധിക്കും. ഗ്രാമീണ അന്തരീക്ഷത്തിന് ഇന്നും വലിയ മാറ്റങ്ങളില്ലാതെ നിൽക്കുന്ന പ്രദേശമാണ് തിരുവില്വാമല. രാമലക്ഷ്മണന്മാർ സന്നിഹിതരായ ഈ ക്ഷേത്രത്തിൽ ഗണപതി, ഹനുമാൻ, ശ്രീ മഹാദേവൻ, പാർവതീദേവി, ധർമ്മശാസ്താവ്, ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരും ഉപദേവതകളായി ദർശനം അരുളുന്നു. ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൽ പ്രവേശിച്ച് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്ന കൃഷ്ണനെയാണ്. മഞ്ജുളാലും ഗരുഡനും ഭഗവാന്റെ രൂപവും കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ക്ഷേത്രത്തിൻ്റെ അടിഭാഗം വലിയൊരു ഗുഹയാണെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഒരു സ്വർണ്ണ വില്ലുമരം അഥവാ കൂവളം ഉണ്ടെന്നും അതിനാൽ ഈ സ്ഥലത്തിന് വില്ലുമല എന്ന പേര് വന്നു എന്നും പിന്നീട് വില്ലുമലയിൽ ദേവസാന്നിധ്യമുണ്ടായപ്പോൾ കൂട്ടിച്ചേർത്ത് തിരുവില്വാമലയായി. കാലക്രമേണ വില്ലാദ്രിനാഥനുമായി. ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ തെക്കുമാറി പൂതൻമലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഗുഹയാണ് പുനർജനി ഗുഹ. ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമന്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. 150 മീറ്റർ നീളം വരുന്ന ഈ ഗുഹയിൽ നുഴയൽ ചടങ്ങ് നടത്താൻ വളരെ സമയമെടുക്കും. വർഷത്തിൽ ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. പുനർജനി ഗുഹയിൽ നുഴയൽ ചടങ്ങ് നടത്തിയാൽ സകല പാപങ്ങൾക്കും പരിഹാരമാവും എന്ന് വിശ്വസിക്കുന്നു. അന്നേ ദിവസം ഇവിടെ നല്ല തിരക്കായിരിക്കും. താഴെ കുണ്ടിലയ്യപ്പൻ കാവ് ക്ഷേത്രം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയുമാണ് ദർശന സമയം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇനി മടക്കം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.